ഹായ് ദോസ്തോ, ആദാബ് ഹേ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? ക്ലാസ്സുകളൊക്കെ കാണാറുണ്ടല്ലോ അല്ലേ? നമ്മുടെ കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ് എല്ലാവരും കേട്ടോ? അതിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാനുണ്ടായിരുന്നു അല്ലേ? കൂട്ടുകാരതൊക്കെ ഒന്ന് എഴുതി നോക്കിയോ? നിങ്ങളെ അധ്യാപകർക്ക് എന്നിട്ട് അയച്ചു കൊടുത്തോ? ഉണ്ടല്ലേ? എന്തൊക്കെയായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്? എന്തായിരുന്നു ആ 2 കാര്യങ്ങൾ? ഒന്നാമതായിട്ട് എന്തായിരുന്നു? നമ്മുടെ കഥയിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഭാഗം തന്നിട്ട് അതിൽ നിന്ന് 4 ചോദ്യങ്ങൾ അല്ലേ? 4 സവാലാത്ത് തയ്യാർ കർണ. എല്ലാവരും 4 ചോദ്യങ്ങൾ ഉണ്ടാക്കിയോ? ആ കഥയിലെ ഭാഗങ്ങളുമായി വായിച്ചു നോക്കിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലേ? നമുക്കൊന്ന് നോക്കാം ഇങ്ങനെയാണോ നിങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നുള്ളത് അല്ലേ? ഒരുപാട് ചോദ്യവാക്കുകളും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടുകാർക്ക് എഴുതാൻ ഒട്ടും പ്രയാസം നേരിട്ടിട്ടുണ്ടാവില്ല അല്ലേ? നമുക്കൊന്ന് ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാലോ? നോക്കൂ, ഇങ്ങനെയല്ലേ നിങ്ങൾ എഴുതിയിട്ടുള്ളത് എന്നൊന്ന് നോക്കൂ. നീതു കഹാം രഹത്തി തി. കഹാം എവിടെ അല്ലേ? നീതു കഹാം രഹത്തി തി. നീതു എവിടെയാണ് താമസിച്ചിരുന്നത്? നീതു കെ ഗാവോം കാ നാം ക്യാ ഹേ? എന്താണ് ഗാവോം കാ നാം? നീതുവിൻ്റെ ഗ്രാമത്തിൻ്റെ പേര് ക്യാ ഹേ എന്താണ്? നീതു കെ മാം ബാപ്പ് കോൻ തേ? നീതുവിൻ്റെ അച്ഛനും അമ്മയും ആരായിരുന്നു? നീതു കെ മാം ബാപ്പ് കഹാം ഗയേ തേ? നീതുവിൻ്റെ അച്ഛനും അമ്മയും കഹാം ഗയേ തേ എവിടെയാണ് പോയിരുന്നത്? അപ്പോൾ ഇതുപോലെ എല്ലാവരും ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അല്ലേ? ഇനി എന്തൊക്കെയാണ് അടുത്തതായിട്ടുണ്ടായിരുന്നത്? നമുക്ക് എന്തായിരുന്നു? ഒരു ഗുഫ്തഗു തയ്യാറാക്കാനുണ്ടായിരുന്നു അല്ലേ? ആരൊക്കെ തമ്മിലായിരുന്നു ആ ഗുഫ്തഗു? അതെ, നമ്മുടെ മേണ്ടക്കും പിന്നെ നീതുവും തമ്മിൽ അല്ലേ? എന്തായിരുന്നു അവർക്ക് പറയാനുണ്ടായിരുന്നത്? എന്തിനെ കുറിച്ചായിരുന്നു? ഓർക്കുന്നുണ്ടോ കൂട്ടുകാർ? അതെ, മഴയൊക്കെ പെയ്തപ്പോൾ നീതുവിന് സന്തോഷമായി അല്ലേ? ആ സന്തോഷം അവർ ആരോട് പങ്കുവെക്കുകയാണ്? കൂട്ടുകാരായ മേണ്ടക്കിനോട് പങ്കുവെക്കുകയാണ് അല്ലേ? എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതായിരുന്നു അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുണ്ടായിരുന്നത് അല്ലേ? വളരെ രസകരമായിട്ടാണ് നീതുവും മേണ്ടക്കും തമ്മിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവുക അല്ലേ? എല്ലാവരും ഇതും ഒന്ന് ശ്രദ്ധിക്കുക. ടീച്ചർ ഒന്ന് വായിക്കുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കുക. ഇതുപോലെ നിങ്ങളും തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. ഇതൊക്കെ നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുത്ത് ഇതിലുള്ള മാറ്റങ്ങളും നിങ്ങൾ എഴുതിയ വാക്കുകളും ഒക്കെ എന്തെങ്കിലും തെറ്റുകളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്തിട്ടില്ലേ? നോട്ട്ബുക്കിലില്ലേ എല്ലാവരുടെയും? അതെ, നമുക്ക് എന്തായാലും ഇതൊന്ന് വായിച്ചു നോക്കാം. എന്താണ് ഒന്ന് ശ്രദ്ധിക്കൂ. മേണ്ടക്ക്, അരേ നീതു, തും ക്യോ ഇത്നി ഖുഷി ഹോ? നീ എന്താണ് ഇത്നി ഖുഷി ഹോ, ഇത്ര സന്തോഷിച്ചിരിക്കുന്നത്? നീതു എന്ത് പറഞ്ഞു? ബാരിഷ് ആയി ഹേ. ബാരിഷ് ആയി ഹേ, മഴ വന്നു അല്ലേ? മഴ പെയ്തു. അപ്പം മേണ്ടക്ക് എന്ത് പറഞ്ഞു? ക്യാ ജോർദാർ ബാരിഷ് ആയി? എന്താ നല്ല മഴ പെയ്തോ? നല്ല മഴ പെയ്തോ? നീതു പറഞ്ഞു ജി ജോർദാർ ബാരിഷായി അല്ലേ? മേണ്ടക്ക് ചോദിക്കുകയാണ്, ക്യാ ബഹുത് സെ പാനി മില? ബഹുത് സെ പാനി മില, എന്താ നന്നായിട്ട് വെള്ളമൊക്കെ കിട്ടിയോ? നീതു പറഞ്ഞു ജി ബഹുത് സെ പാനി മില അല്ലേ? നന്നായി മഴ പെയ്തപ്പോൾ നന്നായിട്ട് വെള്ളം ലഭിച്ചു. മേണ്ടക്ക് എന്ത് ചോദിച്ചു വീണ്ടും? ക്യാ മാം ബാപ് കോ ഖുഷി ഹുയി? അല്ലേ? അച്ഛനും അമ്മയ്ക്കൊക്കെ സന്തോഷമായോ? മഴ പെയ്ത് വെള്ളമൊക്കെ ലഭിച്ചപ്പോൾ സന്തോഷമായോ അല്ലേ? നീതു എന്ത് പറഞ്ഞു? ജി മാം ബാപ് കോ ബഹുത് ഖുഷി ഹുയി. അപ്പോൾ ഇതുപോലെ വർക്കുകളൊക്കെ നിങ്ങൾ ചെയ്തു അല്ലേ? ഇനി നമുക്ക് നോക്കാനുള്ളത് പുതിയൊരു പാഠഭാഗമാണ്. അതിന് മുമ്പായിട്ട് നമുക്കൊന്ന് ഓർത്തു നോക്കിയാലോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ആരൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്നത് എന്നുള്ളത് അല്ലേ? നമ്മളൊരു കഥയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏത് കഥയായിരുന്നു? എന്തുമായിട്ട് ബന്ധപ്പെട്ടൊരു കഥയായിരുന്നു? ബാരിഷുമായിട്ടുള്ളൊരു കഥ അല്ലേ? ഓർക്കുന്നുണ്ടോ ആ കഥയിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തിപ്പെട്ടത് എന്നുള്ളത്? നമ്മുടെ കേശവബായി എവിടെ നിന്ന് വന്നു?
ആ ഖേത്ത് സെ അല്ലേ, ഖേത്ത് മേം ഘർ ജാതാ ഹെ, വീട്ടിലേക്ക് പോയി അല്ലേ. വീട്ടിൽ വന്ന് കേശവിൻ്റെ ബേട്ട ആരായിരുന്നു? ആ ബേട്ടയുടെ പേര് ഓർക്കുന്നുണ്ടോ? ഹാ ബതായിയേ, ആദർശ് അല്ലേ. അവർ തമ്മിൽ എന്താണ് മഴയില്ലാത്ത കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കേശവ് വയലിൽ നിന്ന് വരികയാണ് അല്ലേ. വയലിൻ്റെ ഒക്കെ അവസ്ഥ എങ്ങനെയായിരുന്നു? സുഖി ഹോത്തി ഹെ അല്ലേ. ഇപ്പം നമ്മുടെ 4 ഭാഗവും നമുക്ക് നോക്കിയാൽ കാണുന്നുണ്ടാവും അല്ലേ. അങ്ങനെ വയലിൽ നിന്ന് കേശവ് എന്ത് ചെയ്തു? വീട്ടിലേക്ക് എത്തി. വീട്ടിൽ നിന്ന് ആദർശും അല്ലേ ബേട്ട ആദർശും തമ്മിൽ സംസാരിക്കുമ്പോഴാണ് ആര് വന്നത്? ഒരു മേണ്ടക്ക് വന്നത് അവിടെ അല്ലേ. ആ മേണ്ടക്കുമായിട്ടുള്ള കഥയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഓർക്കുന്നുണ്ടല്ലോ. ഇനി നമുക്ക് നോക്കാം പിന്നീട് എന്താ ഉണ്ടായത് എന്നുള്ളത്. നമ്മുടെ കേശവ് എന്ത് ചെയ്തു? ആ മേണ്ടക്കിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു ബേട്ടക്ക് അല്ലേ. മേണ്ടക്ക് ഉണ്ടായി, മേണ്ടക്ക് ശബ്ദങ്ങൾ, കൂട്ടുകാരൊന്നിച്ചു വന്ന് അവിടെ എന്തുണ്ടായി? ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചു അല്ലേ. അങ്ങനെ എന്തുണ്ടായി? ആ ഈ അന്തരീക്ഷമൊക്കെ ഒന്ന് മാറി പെട്ടെന്ന് എന്ത് ചെയ്തു? ബാദൽ ഛാ ഗയാ ഹെ അല്ലേ. എന്താ ബാദൽ? കാർമേഘം അല്ലേ. ബാദലൊക്കെ വ്യാപിച്ച് അങ്ങനെ എന്തുണ്ടായി? ബാരിഷ് ബറസ്താ ഹെ. ഓർക്കുന്നുണ്ടോ മക്കള്? അങ്ങനെ മഴയൊക്കെ പെയ്തു അല്ലേ. അപ്പം നമുക്ക് നോക്കൂ, അപ്രതീക്ഷിതമായിട്ട് നമ്മളിങ്ങനെ ഒരു ചൂടുകാലത്ത് അല്ലെങ്കിൽ ആകെ വറ്റി ഉണങ്ങിപ്പോയിരിക്കുന്ന സമയത്ത് അല്ലേ, കേത്തുകളും ചെടികളും ഒക്കെ ഉണങ്ങിയിരിക്കുന്നൊരു സമയത്ത് നമുക്കൊരു മഴ പെയ്യുമ്പോൾ എന്തുണ്ടാവും? ഒരു കുളിർമയുണ്ടാവും അല്ലേ. അത് നമുക്ക് മാത്രമല്ല ഉണ്ടാവുക, ആണോ? അല്ല, പേടുകൾക്കും പൗധകൾക്കും ജാന്താറോക്കോ അല്ലേ, എല്ലാ ജീവജാലങ്ങൾക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലേ. അങ്ങനെ നമ്മളെ കേശവ് എന്ത് ചെയ്തു? മഴയൊക്കെ പെയ്ത് രാവിലെ എങ്ങനെ എണീക്കണം അല്ലേ. സുബഹ് സവേരെ ജാഗ് ഉടുത്താ ഹെ അല്ലേ. എണീറ്റു. രാവിലെ എണീറ്റിട്ട് നിങ്ങളൊക്കെ രാവിലെ എണീക്കാറുണ്ടല്ലോ. എന്തൊക്കെയാണ് നിങ്ങൾക്ക് നമ്മുടെ പരിസരത്ത് നിന്ന് നോക്കിയാൽ എന്തൊക്കെയാണ് അവിടെ നിരീക്ഷണങ്ങൾക്ക് കേൾക്കാൻ പറ്റുക? ചില ശബ്ദങ്ങൾ കേൾക്കുമല്ലോ അല്ലേ. ആരുടെയാണത്? ചിടിയോം കാ അല്ലേ. ചിടിയോം കാ ചെഹ്ചഹാഹട്ട്. എന്താ പറയുക? ചെഹ്ചഹാട്ട് അല്ലേ. അങ്ങനെ നമ്മുടെ ചിടികളുടെ ശബ്ദമൊക്കെ കേട്ട് രാവിലെ കേശവ് ഇങ്ങനെ എണീറ്റു അല്ലേ. എണീറ്റ് നോക്കിയപ്പോൾ മുറ്റത്തൊക്കെ എന്തുണ്ട്? ആ മഴ പെയ്തിട്ടുണ്ട് അല്ലേ. ആ എന്തുണ്ട്? പാനിക്ക് ബോന്തേം ഹെ. ബോന്തേം ക്യാ ഹെ? ബോന്ത് അറിയോ? ആ തുള്ളികൾ അല്ലേ. എങ്ങനെയുണ്ട്? ആ മഴത്തുള്ളികളൊക്കെ അങ്ങനെ മുറ്റത്ത് നിൽക്കുന്നുണ്ട് അല്ലേ. പുതുമഴ പെയ്ത ആ മഴത്തുള്ളികൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ പാഠഭാഗവും. നോക്കാം എന്താണ് ആ പാഠഭാഗം എന്നുള്ളത്. നിങ്ങൾ കൂട്ടുകാർ ടെക്സ്റ്റൊക്കെ ഒന്ന് നിവർത്തി നോക്കൂ. എന്താണ് അതിൽ പറയുന്നത്? ആ ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കൂ. അപ്പോൾ പെഹ്ലി ബൂന്ത് അല്ലേ. കൂട്ടുകാർ കാണുന്നില്ലേ അത്? ആ പെഹ്ലി ബൂന്ത് അല്ലേ. മഴയൊക്കെ പെയ്ത് എന്തുണ്ട്? അതിന് നല്ല മനോഹരമായ ഒരു ചിത്രമൊക്കെ നിങ്ങൾ കാണുന്നില്ലേ അല്ലേ. നമുക്കുണ്ടാവില്ലേ ഇതുപോലെ സന്തോഷം അല്ലേ. എന്തുകൊണ്ടാണ് അവരങ്ങനെ കളിക്കുന്നത്? തുള്ളിച്ചാടി കളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മഴ പെയ്ത സന്തോഷത്തിലാണ് അല്ലേ. അതുപോലെ നമുക്കും തോന്നുന്നുണ്ട്. നോക്കാം അതിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. അത് നമുക്കതിലെ പദങ്ങളെ ഒന്ന് പരിചയപ്പെടാം. കൂട്ടുകാർ പുസ്തകമൊക്കെ നിവർത്തി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. നോക്കൂ അതിലുള്ള വാക്കുകൾ നമുക്ക് ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടാം. റിംജിം റിംജിം ബറസ് രഹാ ഹേ, ചം 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 ടപക് രഹാ ഹേ, ടപക് രഹാ ഹേ. जोर से बादल गरज रहा है, पानी हर्षो बरस रहा है. कितनी बूंदें टपक रही है, मिट्टी पर जो पुदक रही है. കൂട്ടുകാർ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ. പുതിയ വാക്കുകളാണ്. വായിക്കുമ്പോൾ ഓരോ വാക്കുകളും ശ്രദ്ധിക്കണം. പ്രയാസം തോന്നുന്ന വാക്കുകളൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് പോകുന്നുണ്ടാവും അല്ലേ. നോക്കാം ബാക്കി. ഹവായ് ടണ്ടി ജോ ചൽ രഹി ഹേ, കലിയാൻ ദേഖോ മച്ചൽ രഹി ഹേ. पेड़ और पौधे झूम रहे हैं, एक दो जे को चूम रहे हैं. मेंढक टर्टर बोल रहे हैं, सन्नाटे को खोल रहे हैं. बच्चे कश्ती बना रहे हैं,
पानी में वो बहा रहे हैं। रिमझिम बरस रहा है, सबकी प्यास बुझा रहा है. വാക്കുകളൊക്കെ കൂട്ടുകാർ ശ്രദ്ധിച്ചോ അല്ലേ? നമുക്ക് ഇതൊന്ന് നിങ്ങളൊന്ന് പാടി നോക്കുമോ? പാടാൻ കഴിയുന്നുണ്ടോ? ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ചെറിയ വാക്കുകളൊക്കെ നമുക്ക് ചെറിയൊരു പ്രയാസം തോന്നുന്നുണ്ടാവും, പുതിയ വാക്കുകളൊക്കെ അല്ലേ? അതൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. എന്നാൽ ഇനി നമുക്കതൊന്ന് കേട്ട് നോക്കിയാലോ അല്ലേ? അപ്പം നമ്മൾ പദങ്ങളെ പരിചയപ്പെട്ടിട്ടുള്ളൂ അല്ലേ? ഒന്ന് കേട്ട് നോക്കാം. ഒന്ന് കേട്ട് നോക്കൂ എങ്ങനെയുണ്ട് എന്നുള്ളത്. കൂട്ടുകാർ ഒപ്പം ചൊല്ലി നോക്കണം കേട്ടോ. എന്നിട്ടോ അത് നന്നായി വായിക്കാനും പഠിക്കണം. അതുപോലെ നന്നായി ഈണത്തിൽ പാടാനും നമ്മൾ ശ്രമിക്കണം. ചെയ്യുമല്ലോ? അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കാം. रिमझिम बरस रहा है, चम 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 टपक रहा है. रिमझिम बरस रहा है, चम 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 टपक रहा है. जोर से बादल गरज रहा है, पानी हर सो बरस रहा है. जोर से बादल गरज रहा है, पानी हर सो बरस रहा है. रिमझिम बरस रहा है, चम 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 टपक रहा है. रिमझिम बरस रहा है, चम 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 टपक रहा है.
അപ്പം നമ്മൾ മനോഹരമായിട്ടത് കേട്ടു അല്ലേ? രസമുണ്ടായിരുന്നില്ലേ അത്? ഇല്ലേ? ഉണ്ട് അല്ലേ? ചിത്രങ്ങളും പാട്ടും ഒക്കെ ആയപ്പോൾ നമുക്ക് ഏകദേശം എന്തായി? ഒരു മഴ പെയ്ത ഒരു സുഖം, ഒരു സന്തോഷമായി നമുക്കൊക്കെ അല്ലേ? ഒരു ടണ്ടി ഹവ ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും ഇല്ലേ? കിട്ടിയിട്ടുണ്ട്. കൂട്ടുകാരെ കണ്ടാൽ അറിയാം അല്ലേ? നമുക്കിത് ഒന്നും കൂടെ ഒന്നൊരു ഈണത്തിൽ ചൊല്ലി നോക്കിയാലോ അല്ലേ? അപ്പം നിങ്ങൾക്ക് ചൊല്ലാനറിയാം അല്ലേ? നമ്മൾ ഓരോരുത്തരും ഒന്ന് ചൊല്ലി നോക്കിയാലോ? ആരാണ് ആദ്യം പാടുന്നത്? ഞാനോ? എന്നാൽ ഞാൻ ടീച്ചർ ഒന്ന് പാടുന്നുണ്ട്. വലിയ ഈണമൊന്നും ഉണ്ടാവില്ല കേട്ടോ, എന്നാലും പാടാം. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? നോക്കൂ എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കിയാലോ. റിംझिम रिमझिम बरस रहा है, चम 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 टपक रहा है, जोर से बादल गरज रहा है, पानी हर सो बरस रहा है, कितनी बूंदें टपक रही है, मिट्टी पर जो पुदक रही है, हवाएं ठंडी जो चल रही है, कलियां देखो मचल रही है, पेड़ और पौधे झूम रहे हैं, एक दूजे को चूम रहे हैं, मेंढक टर्टर बोल रहे हैं, सन्नाटे को खोल रहे हैं, बच्चे कश्ती बना रहे हैं, पानी में वो बहा रहे हैं, रिमझिम बरस रहा है, सबकी प्यास बुझा रहा है. അപ്പോൾ ഇതുപോലെ നിങ്ങളും ഒന്ന് ചൊല്ലി നോക്കുമോ? ഉണ്ട് അല്ലേ? അപ്പോൾ ഇതിനേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് ചൊല്ലാൻ അറിയുന്നവരുണ്ട് അല്ലേ? ടീച്ചർക്ക് അറിയാം നിങ്ങൾ നന്നായിട്ട് ചൊല്ലും എന്നുള്ളത്. നിങ്ങൾ അധ്യാപകരൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മിടുക്കന്മാരും മിടുക്കത്തികളും ആണ് എന്നുള്ളത് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിനേക്കാൾ നല്ലൊരു ഈണത്തിൽ കണ്ടെത്തി അല്ലേ? നമുക്ക് ഈ പാഠഭാഗത്ത് നിന്ന് ആദ്യമായിട്ടുള്ള വർക്കും അതാണ്. എന്താണ്? നസാം മുഖ്തലിഫ് തർജുമേ ഗാന അല്ലേ? വ്യത്യസ്ത ഈണത്തിൽ നമ്മളൊരു പദ്യം പഠിച്ചാൽ നമുക്ക് ആദ്യം ഉണ്ടാകുന്നൊരു വർക്കാണത് അല്ലേ? അപ്പം നിങ്ങളും ഇതുപോലെ വ്യത്യസ്ത ഈണത്തിൽ മുഖ്തലിഫ് തർജുമേ അല്ലേ? നല്ല ഈണത്തിൽ പാടിയിട്ട് വീഡിയോ ആയിട്ട്, നമ്മളെപ്പോഴും ഓഡിയോ ആണല്ലോ നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കാറുള്ളത് അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യണം? നിങ്ങളത് വീഡിയോ ആയിട്ട് നിങ്ങൾ പാടുന്നത് എടുത്ത് എന്ത് ചെയ്യണം? നിങ്ങൾ അധ്യാപകർക്കൊന്ന് അയച്ചു കൊടുക്കണം. ചെയ്യുമല്ലോ അല്ലേ? പിന്നീട് നമ്മളൊരു പദ്യം പഠിച്ചു കഴിഞ്ഞാൽ ഏത് നസ്മാണെങ്കിലും നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു മുഖ്തലിഫ് തൊർസാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ? പിന്നീട് പദ്യത്തിൽ നമ്മൾ എന്ത് വർക്കാണ് നമുക്ക് ചെയ്യാനുണ്ടാവാറുള്ളത്? നമ്മളാ നോക്കിയേ, 5ാം ക്ലാസ് മുതലേ നമ്മൾ ഓരോ പദ്യം പഠിക്കുമ്പോഴും എന്താണ് ഉണ്ടാവുക? ബത്തായേ, ഹമ്മാവാസ് അൽഫാസ് അല്ലേ? അത് തന്നെയാണ്. എന്താണ് ഹമ്മാവാസ് അൽഫാസ്? മറന്നുപോയോ? സമാന ശബ്ദ പദങ്ങൾ അല്ലേ? ഈ പദ്യത്തിൽ വരുന്ന സമാന ശബ്ദ പദങ്ങളാണ്. അതിപ്പോൾ ആർക്കും വലിയ പ്രയാസം ഉണ്ടാവില്ല അല്ലേ? നമ്മൾ ഇതുവരെ ഏകദേശം എത്ര പദ്യങ്ങൾ പഠിച്ചോ അതിലൊക്കെ നമ്മൾ എന്തുണ്ട്? സമാന ശബ്ദ പദങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ? എന്നാൽ നമുക്കൊന്ന് നോക്കിയാലോ, ഏതൊക്കെയാണ് ഇതിൽ വരുന്ന സമാന ശബ്ദ പദം ഉണ്ടാവുക? ഒന്നാമത്തെ വരി തന്നെ ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഇങ്ങനെ കിട്ടും. ഒരുപാട് പദങ്ങൾ ഇതിൽ വരുന്നുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? ചൽ രഹി ഹേ എന്നുള്ളൊരു പദമുണ്ട് അല്ലേ? ചൽ രഹി ഹേ കാണുന്നുണ്ടല്ലേ നിങ്ങൾ? അതിനേതാണ് വരുന്നത്? സമാനമായിട്ട് വരുന്നത് മച്ചൽ രഹി ഹേ, അച്ഛാ ഹേ അല്ലേ? അപ്പം നിങ്ങൾക്കറിയാം എന്താണ് സമാന ശബ്ദപദങ്ങൾ എന്നുള്ളത് ഇല്ലേ? ഇതുപോലെ ഇനിയും ഇതിലൊരുപാട് സമാന ശബ്ദപദങ്ങൾ അഥവാ ഹമ്മാവാസ് അൽഫാസ് വരുന്നുണ്ട്. കൂട്ടുകാർക്ക് അത് എഴുതാൻ കഴിയുമല്ലോ അല്ലേ? അപ്പോൾ ഈ പാഠത്തിൽ നിന്ന്, നമ്മുടെ ഈ പഹ്ലി ബൂന്ദ് എന്നുള്ള ഈ പദ്യത്തിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 3 ജോഡിയെങ്കിലും, ചുരുങ്ങിയതാണ് കേട്ടോ, 3 ജോഡിയെങ്കിലും സമാന ശബ്ദപദങ്ങളുള്ള വാക്കുകൾ തിരഞ്ഞെടുത്ത് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുമല്ലോ. ചെയ്യില്ലേ?
കൂട്ടുകാർക്ക് അത് എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമല്ലേ? എല്ലാവരും ചെയ്യുന്നുണ്ടാവും അല്ലേ? എല്ലാവരും ചെയ്യണം ഇത്രയും കാര്യങ്ങൾ അല്ലേ? എന്തൊക്കെയാണ് അപ്പം എന്ന് പറഞ്ഞ കാര്യങ്ങൾ? ഒന്ന്, നസം മുഖ്തലിഫ് തർജുമയും കാണാം അല്ലേ? വ്യത്യസ്ത ഈണത്തിൽ പദ്യം ഒന്ന് പാടിയിട്ട് അധ്യാപകർക്ക് അയച്ചു കൊടുക്കാൻ. രണ്ടാമതായിട്ട് ഹമ്മാവാസ് അൽഫാസ് അല്ലേ? ഹമ്മാവാസ് അൽഫാസുകൾ ചുൻകർ ലിഖിന തിരഞ്ഞെടുത്ത് എഴുതുക. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ അധ്യാപകർക്ക് മറക്കാതെ തന്നെ അയച്ചു കൊടുക്കുമല്ലോ അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. ബാക്കി ക്ലാസ്സുമായി അടുത്ത ആഴ്ചയിലെ ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. ശുക്രിയ. ഖുദാ ഹാഫിസ്.